ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. റിസർച്ച് ഓഫീസറുടെ സിലബസ് എങ്ങനെയാ പോകുന്നത്? 4 പാർട്ടായിട്ടാണല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ നോളജ് എന്നാണ് നമുക്ക് തിരിച്ചേക്കുന്നത്. ഇതിന്റെ എക്കണോമിക്സ് എല്ലാവരും ഇപ്പൊ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തവർക്ക് എല്ലാവർക്കും എക്കണോമിക്സ് കാണുമ്പോൾ അയ്യോ പ്രശ്നമാവോ, ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ, ഈ ഏരിയ ഭയങ്കര ടഫ് ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇല്ല, നമുക്ക് എക്കണോമിക്സ് സിമ്പിൾ ആയിട്ട് തന്നെ റിസർച്ച് ഓഫീസറിനെ പഠിക്കാൻ പറ്റും. അപ്പൊ എന്താണ് നമ്മുടെ സിലബസ് നമുക്ക് നോക്കിയാലോ. 2 യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് തിരിച്ചേക്കുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരളയിലെ പ്ലാനിങ് വരുന്നുണ്ട്. പഞ്ചായത്ത് രാജ്, നാഷണൽ ഇൻകം, ബഡ്ജറ്റ്, സെക്ടറൽ കോമ്പോസിഷൻ, അതുപോലെ പ്ലാനിങ് കമ്മീഷൻ സക്സസ് ആണോ ഫെയിലർ ആണോ, ഇതൊക്കെയാണ് ഇത് യൂണിറ്റ് 1 വരുന്നത്. ഇതൊക്കെ എന്താന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് കറന്റ് നമ്മുടെ CC-യിൽ ഒരു സ്പെഷ്യൽ ഓഫർ നടക്കുന്നുണ്ട്. റിപ്പബ്ലിക് ഡേയുടെ അനുബന്ധിച്ചാണ് ഈ സ്പെഷ്യൽ ഓഫർ. അപ് ടു 30% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾ CC-യിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഇവിടെ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട്. 8589083568 ആണ് നമ്മുടെ നമ്പർ വരുന്നത്. അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങളെ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ CC ജോയിൻ ചെയ്താൽ ഈ ഓഫറോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ സിലബസിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയാലോ. ഇന്ത്യയിലെ പ്ലാനിങ് ഇൻ ഇന്ത്യ, ഇതിന്റെ നമ്മൾ എന്തൊക്കെ പഠിക്കണം, അതിന്റെ കൺസെപ്റ്റ്സും ഒബ്ജക്റ്റീവ്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് എന്താണ് എക്കണോമിക് പ്ലാനിങ്, എന്താണ് പ്ലാനിങ് ആദ്യം തന്നെ എക്കണോമിക് പ്ലാനിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ റോൾ, ഒരു ഡെവലപ്പിംഗ് ഇന്ത്യ പോലുള്ള രാജ്യത്ത് എന്താണ് ഒരു പ്ലാനിങ്ങിന്റെ റോൾ. ഓക്കെ, നമ്മളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ ഈവൻ ഇഫ് ആ സിലബസിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഏരിയ വന്നാൽ തന്നെ അവർക്ക് ചോദിക്കും. സിലബസിൽ അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനടുത്ത് വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ PSC പോലുള്ള എക്സാംസിന് ഉറപ്പായിട്ട് ചോദിക്കും. സോ അതിനെ റിലേറ്റ് ചെയ്ത് മാക്സിമം എത്രമാത്രം പഠിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെ പഠിക്കാന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്മൾ ആദ്യം എന്താണ് എക്കണോമിക് പ്ലാനിങ് എന്ന് അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ പ്ലാനിങ്ങിന്റെ റോൾ എന്താണ്, പിന്നെ അതുപോലെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും ഒരു പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇക്വിറ്റി, ഇതൊക്കെയാണ് എന്ത് ഒരു പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് എക്കണോമിക് ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇക്വിറ്റി ഒക്കെ കൊണ്ട് ഒരു നേഷൻ എങ്ങനെ വർക്ക് ചെയ്യും, ഒരു നേഷൻ എങ്ങനെ മുന്നോട്ട് പോവാം, ഗ്രോത്ത് ഉണ്ടാവും, ഡെവലപ്മെന്റിലേക്ക് പോവാം എന്നൊക്കെയാണ് എന്ത് എക്കണോമിക് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പ്ലാനിങ്ങിന്റെ ഇവാലുവേഷൻ, നമ്മുടെ പ്ലാനിങ് സക്സസ് ആയിരുന്നു. നമുക്കറിയാം പ്ലാനിങ് നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഒക്കെ ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായി, ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായി, പബ്ലിക് സെക്ടറിന്റെ എക്സ്പാൻഷൻ, ഇതൊക്കെ എന്താണ് നമ്മുടെ പ്ലാനിങ് കൊണ്ടുള്ള സക്സസ് ആണ്. ഓക്കെ, പ്ലാനിങ് കൊണ്ട് ടോട്ടൽ ഫെയിലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സക്സസ് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ വന്നതുകൊണ്ട് നമ്മുടെ നമ്മള് സ്വയം സെൽഫ് സഫിഷ്യന്റ് ആയി അല്ലെ, സ്വയം പ്രാപ്തി നേടി നമ്മുടെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായി, പബ്ലിക് സെക്ടറിൽ എക്സ്പാൻഷൻ ഉണ്ടായി. ഇനി ഫെയിലിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ റീജിയണൽ ഇംബാലൻസ് അവിടെ തുറന്നു. ഈവൻ ഗ്രീൻ റെവല്യൂഷൻ എടുക്കുമ്പോൾ പോലും ചില ഏരിയസിൽ മാത്രമാണ് ഗ്രീൻ റെവല്യൂഷൻ വന്നത്, മറ്റു ഏരിയാസ് അവരെന്താ വിട്ടുകളയുന്ന. അപ്പൊ ഒരു റീജിയണൽ ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറെ ഇൻഎഫിഷ്യൻസീസ് വന്നിരുന്നു. ജോബ്ലെസ് ഗ്രോത്ത് ആയിരുന്നു. എന്താ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചയുണ്ട്, എക്കോണമി ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നു. അതാണ് ജോബ്ലെസ് ഗ്രോത്ത്. എന്താണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, എക്കോണമി എന്താണ് വളരുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ അൺഎംപ്ലോയ്മെന്റ് അതിനൊപ്പം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അവിടെ തന്നെ നിൽക്കുന്നു. ആർക്കും ജോലി ഇല്ലാത്ത ഗ്രോത്ത് എന്നാണ് ശരിക്കും ജോബ്ലെസ് ഗ്രോത്തിനെ പറയാൻ. അതുപോലെ തന്നെ എന്താണ് ഇനി ഒരു റീസെന്റ് ഷിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് കമ്മീഷൻ ഇപ്പൊ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും പ്ലാനിങ് കമ്മീഷൻ ഇപ്പൊ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വന്നു, നീതി ആയോഗ് വന്നു. 1st January 2015 എന്നാണ് വന്നത്, 1st Jan 2015 നീതി ആയോഗ് വന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് കേട്ടോ നീതി ആയോഗിന്റെ ഫുൾ ഫോം. തിങ്ക് ടാങ്ക് എന്നാണ് കേട്ടോ നീതി ആയോഗിനെ പറയുന്നത്. എന്താണ് തിങ്ക് ടാങ്ക്. ഓക്കെ, പ്ലാനിങ് കമ്മീഷനെ ഏത് വർഷമാണ് നീതി ആയോഗ് റീപ്ലേസ് ചെയ്തതെന്നും എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം തൊട്ട് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ പ്ലാനിങ് ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഇൻഡിക്കേറ്റ്, എന്താണ് ഫെഡറലിസം, ഫിസിക്കൽ ഡെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്ലാനിങ്ങിന്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സത്യത്തിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഹയർ അതോറിറ്റിയിൽ നിന്ന് ലോവർ അതോറിറ്റിയിലേക്ക് പവറിനെ ട്രാൻസ്ഫോം ചെയ്യുക. അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് സ്റ്റേറ്റ് ലോക്കൽ ഗവൺമെന്റ്സിലേക്ക് എന്താണ് പവറിനെ, അതാണ് ഡീസെൻട്രലൈസേഷൻ. എല്ലാ ജോലിയും സെൻട്രൽ ഗവൺമെന്റ് ആണോ ചെയ്യേണ്ടത്? അല്ല അല്ലെ, എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്താലാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കിക്കേ, ലോക്കൽ നീഡ്സ് ബേസ്ഡ് ഡെവലപ്മെന്റ് ആണ്, അതാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ലോക്കൽസ് നീഡ് ബേസ്ഡ് ഡെവലപ്മെന്റ്, അതായത് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അതായത് ഇവിടെ നോക്കിക്കേ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനേക്കാളും നമ്മുടെ ലോക്കൽ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത്. സോ എന്താണ്, ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വേണം നമ്മുടെ പ്ലാനിങ് പോവാൻ. ഓരോ തട്ടായിട്ട് വേണം പ്ലാനിങ് പോവാൻ. അതെന്താ, ബോട്ടം അപ്പ് അപ്രോച്ച് ടു ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. താഴെയുള്ള നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സിനെ നമ്മൾ എന്താണ് പൊക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും ഡെവലപ്മെന്റ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 3 ടയറിലാണുള്ള, വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് എന്നുള്ള രീതിയിൽ. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, നമ്മൾ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഒക്കെ വരുന്നത് 73-74 അമെന്റ്മെന്റിനെ ആസ്പദമാക്കിയിട്ടാണ്. അതുപോലെ തന്നെ റോൾ ഓഫ് ഗവേണൻസ് ആൻഡ് സർവീസ് ഡെലിവറിയെ പറ്റി പഠിക്കാം. കേരളയുടെ എക്സ്പീരിയൻസ്, അതുപോലെ അതായത് പീപ്പിൾസ് പ്ലാൻ കമ്പൈൻ, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡീസെൻട്രലൈസേഷൻ, കേരളയെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ. ഇതൊരു PSCയുടെ എക്സാം ആണ്, നമ്മുടെ കേരള ഗവൺമെന്റ് എക്സാം ആണ്. ഇന്ത്യ പോലെ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേരള കേട്ടോ. സോ കേരളയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം പഠിച്ചു പോകാൻ കേട്ടോ. ഇനി ഫിനാൻസ് കമ്മീഷൻ ആൻഡ് ഫിസ്ക്കൽ ഡെവല്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞു ഫിസ്ക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ തട്ടിൽ, അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ലോക്കൽ ഗവൺമെന്റ്സിലേക്ക് പവർ കൊടുക്കുന്നതിനാണല്ലേ ഫിസ്ക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഫിനാൻസ് കമ്മീഷന്റെ ഏത് ആർട്ടിക്കിളിലാണ് വന്നത്? 280 ആണ് ആർട്ടിക്കിൾ. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനോ ആർട്ടിക്കിൾ 243, അതിന്റെ ഐയും വൈയും ഉണ്ട്. നമ്മൾ ആർട്ടിക്കിൾ 243 എന്ന് അറിഞ്ഞിരുന്നാൽ മതി. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് രാജും പഠിക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് ആ ഒരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഓരോ അതിന് നമ്മൾ ഇത്ര പെർസെന്റേജ് വീതം എന്നൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് മാത്രമല്ല പിന്നെ എന്താ, ഫിനാൻഷ്യൽ ഓട്ടോണമി ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് LSGS, സ്ട്രെങ്തനിങ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ഇൻ കേരള. ഇപ്പൊ ഇത് ഇത്രയാണ് നമുക്ക് ഫിനാൻസ് കമ്മീഷന്റെ ഏരിയ എന്ന് പഠിക്കുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഫിനാൻസ് കമ്മീഷന്റെ ഇപ്രാവശ്യത്തെ ഫിനാൻസ് കമ്മീഷന്റെ ഓരോ ഡേറ്റാസും മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും ആ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇനി ബഡ്ജറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ബഡ്ജറ്റ്, ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതൊക്കെ ബേസ് ആണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി. എന്താ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പോളിസിനെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതല്ല, നമുക്ക് വേറൊരു പോളിസിയും കൂടി ഉണ്ട്, മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിന്റെ, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആരാ, RBIയുടെ പോളിസിയാണ് മോണിറ്ററി പോളിസി കേട്ടോ. ഇനി റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നെക്സ്റ്റ് ഇയറിലേക്ക്, അതായത് വരും വർഷത്തേക്കുള്ള നമ്മുടെ പ്ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറും റവന്യൂ എത്ര മാത്രം ആയിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കേട്ടോ. അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ബഡ്ജറ്റ് പഠിക്കുമ്പോൾ എന്താ പഠിക്കണം, നമ്മൾ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പഠിക്കണം. അതായത് ബാലൻസ്ഡ്, സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് പഠിക്കണം. അത് മാത്രമല്ല ഡെഫിസിറ്റില് റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ 3 ഡെഫിസിറ്റുകളുണ്ട്. ഓക്കെ, ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് സാധാരണഗതിയിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ്. അതൊക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി ബഡ്ജറ്റിന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഇത്രയാണ് നമുക്ക് ബഡ്ജറ്റിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടെങ്കിലും എന്താണ് ഔട്ട്കം ബഡ്ജറ്റ്, എന്താണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്, എന്താണ് ജെൻഡർ ബഡ്ജറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂസിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ബഡ്ജറ്റിന്റെ ഏരിയയിൽ നിന്ന് ഒരു എക്കണോമിക്സ് ടീച്ചർ ഇന്റർവ്യൂവിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു ചോദ്യങ്ങൾ നിങ്ങളെ ചോദിച്ചിരിക്കും കേട്ടോ. ഇനി ബഡ്ജറ്ററി പ്രോസസ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ലെവൽ എസ്റ്റിമേഷൻ ആണ്. ലെജിസ്ലേഷന്റെ അപ്രൂവൽ വേണം, അലോക്കേഷൻ, ഡിസ്ബേഴ്സ്മെന്റ്, മോണിറ്ററിംഗ്, അങ്ങനെ എല്ലാം റിലേറ്റ് ചെയ്ത് ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കണം കേട്ടോ. ഇനി നാഷണൽ ഇൻകം, എക്കണോമിക്സ് ഒട്ടും അറിയാത്തവരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം വരുന്നവരായിരിക്കും അല്ലെ. നാഷണൽ ഇൻകം നമുക്ക് GDP, GNP, NNP, NDP എന്ന് പറഞ്ഞ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടുണ്ട്. എന്താണ് GDP, എന്താണ് GNP, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ NNP തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ അറിഞ്ഞിരിക്കാം. എന്താണ് റിയൽ ആൻഡ് നോമിനൽ ഇൻകം എന്ന് അറിയണം. പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്ന് അറിയാം. ഇതൊക്കെയാണ് ഒരു ഇക്വേഷൻ. നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ എന്താണെന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താ ഇത്രയും സിമ്പിൾ സാധനം വേറെ ഒന്നും ഉണ്ടാവില്ല. നാഷണൽ ഇൻകം ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, അത് ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് മാത്രമല്ല നമുക്ക് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ട്. പ്രൊഡക്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയാൻ 3 മെത്തേഡ് ഉണ്ട്. ആ 3 മെത്തേഡ് എന്താണെന്നും ആ ഒരു ഇക്വേഷനും മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ നേരത്തെ, കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ കുറെ ഡിഫിക്കൽട്ടീസ് വരും. അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നോൺ മോണിറ്റൈസ് സെക്ടർ, ഇൻഫോർമൽ എക്കോണമി, ഇൻആഡിക്വേറ്റ് ഡേറ്റ, റിസ്ക് ഓഫ് ഡബിൾ കൗണ്ടിങ്. ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ 2 വട്ടം കൗണ്ട് ചെയ്യുന്നതിനാണ് ഡബിൾ കൗണ്ടിങ് തന്നെ. നോൺ മോണിറ്റൈസ് സെക്ടർ, ഇപ്പൊ വീട്ടമ്മമാരുടെയൊക്കെ നമുക്ക് അവര് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ അവരുടെ വേതനയില്ല അല്ലെ, അതൊക്കെ നമുക്ക്
എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിലും ഡേറ്റ അവൈലബിലിറ്റി കുറവായിരിക്കും കേട്ടോ. ഇനി നാഷണൽ ഇൻകത്തിന്റെ ട്രെൻഡ് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് പാറ്റേൺ. അത് മാത്രമല്ല അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി സെക്ടറിൽ GDP-യിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് GDP-യിലേക്കുള്ള നാഷണൽ ഇൻകത്തിന്റെ കോൺട്രിബ്യൂഷനും എംപ്ലോയ്മെന്റ് കോൺട്രിബ്യൂഷനും ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അതുപോലെ അതാണ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേഴ്സറി സെക്ടറിലെ കോൺട്രിബ്യൂഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ PSC എക്സാം ആയതുകൊണ്ട് തന്നെ കേരള നമ്മുടെ സ്റ്റേറ്റിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് എന്താ നമ്മുടെ കേരളയുടെ എന്താ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറവാണ്, അതുപോലെ പോവേർട്ടി കുറവാണ്, ലിറ്ററസി റേറ്റ് ഹൈ ആണ്, അതുപോലെ നമ്മുടെ സർവീസ് സെക്ടർ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താ ആ ഒരു ഏരിയസിൽ നിന്ന് അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. അതുപോലെ നമ്മുടെ അഗ്രികൾച്ചറിൽ നിന്ന് നമ്മുടെ സർവീസ് സെക്ടറിലേക്കുള്ള നമ്മുടെ ഷിഫ്റ്റ് ഇന്ത്യ മാത്രമല്ല കേരളനെ ആസ്പദമാക്കി പഠിക്കുക. ആ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും അറിഞ്ഞിരിക്കുക. പിന്നെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയുടെയാണ് വരുന്നത്. SDP എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് കേരളത്തിന്റെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ടേഴ്സറി സെക്ടറിൽ നമ്മുടെ GDP-യിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളയുടെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കുക. ഏത് സെക്ടറാണ് ഡൊമിനന്റ്? സർവീസ് സെക്ടർ തന്നെയാണ് ഡൊമിനന്റ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിക്ലൈൻ, ഷെയറിന്റെ ഡിക്ലൈനിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നതാണ് പോപ്പുലേഷൻ, പോവേർട്ടി ആൻഡ് ലേബർ. അടുത്ത ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ്. നമുക്ക് ഇതിന്റെ അകത്ത് ഡെമോഗ്രാഫിക് ട്രെൻഡ്, പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ആൻഡ് ലേബർ മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഡെമോഗ്രാഫിക് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് പോപ്പുലേഷന്റെ ഒരു ട്രെൻഡിനെ പറ്റിയിട്ടാണ്. അത് ഇന്ത്യ ആൻഡ് കേരള ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏജ് സ്ട്രക്ചർ, ഡിപെൻഡൻസി റേഷ്യോ. ഡിപെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തൊട്ട് 14 വയസ്സ് വരെയുള്ളവരും പിന്നെ 69 വയസ്സിന് മേളിലുള്ളവരാണ് ഡിപെൻഡന്റ്. ബാക്കിയുള്ളവർ എന്താ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പൊ ഇവര് ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്നവരെയാണ് ഡിപെൻഡൻസി പറയുന്നത്. ആ ഡിപെൻഡൻസി റേഷ്യോ ആയിരിക്കുക. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വർക്കിംഗ് പോപ്പുലേഷന്റെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് പോപ്പുലേഷൻ ആണ്. അതായത് 14 തൊട്ട് 65 അല്ലെങ്കിൽ 69 വയസ്സ് വരെയുള്ളവരാണ് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇന്ത്യ ആൻഡ് കേരള നമ്മൾ പഠിക്കണം. പിന്നെ ഫെർട്ടിലിറ്റി റേറ്റ്. കേരളത്തിലെ മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് എന്താ ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ്, ഏജിങ് പോപ്പുലേഷൻ കൂടുതലാണ്. കാരണം എന്താ നമ്മുടെ ഹെൽത്ത് സെക്ടറിന്റെ ഇംപ്രൂവ്മെന്റ് കൊണ്ടാണ് അല്ലെ. അതായത് ലൈഫ് എക്സ്പെക്ടൻസി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനും ഓരോ സ്റ്റേജസ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഡെമോഗ്രാഫിക് ബേർഡൻ എന്താണെന്നും കേരളയുടെ കേസിൽ പഠിച്ചിരിക്കുക. ഇനി പോവേർട്ടി എന്താണ്? മെഷർമെന്റ്സ് ഓഫ് പോവേർട്ടി, പോവേർട്ടി ലൈൻ, കോസ്, എഫക്ട്. പോവേർട്ടിയെ പറ്റി എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അത് മാക്സിമം പഠിക്കുക. ആൻഡ് പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാംസിനെ പറ്റിയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുക. ആൻഡ് കേരള ആൻഡ് ഇന്ത്യനെ ആസ്പദമാക്കിയിട്ട് വേണം കേട്ടോ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി അൺഎംപ്ലോയ്മെന്റ്, അത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഏതൊക്കെ, ഏത് ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഇന്ത്യയിൽ കൂടുതൽ? ഇന്ത്യയിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും കൂടുതലുള്ളത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ എന്തൊക്കെയാണ് അൺഎംപ്ലോയ്മെന്റ് എന്നും ഒക്കെ അറിഞ്ഞിരിക്കുക. കേരളയിൽ എന്താ പ്രശ്നം? എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ആ ഒരു ഡിഫറൻസ് അറിയാം. കാരണം നമുക്ക് എന്താ ലിറ്ററസി റേറ്റ് കൂടുതലാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണ്, പക്ഷെ എന്താണ് അൺഎംപ്ലോയിഡ് ആണ് അല്ലേ. അതാണ്. പിന്നെ ഇൻഫ്ലേഷൻ. അടുത്ത് എന്താണ്? ഡിമാൻഡ് ആൻഡ് കോസ്റ്റ്ഫുൾ ഇൻഫ്ലേഷൻ ഒക്കെ എക്കണോമിക്സ് അറിയാത്തവർക്ക് ആദ്യമായിട്ട് വരുന്ന ടേംസ് ആണ്. പക്ഷെ എല്ലാം സിമ്പിൾ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് ജനറലൈസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ചേഞ്ച് വരുന്ന എന്താ? MPC, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എല്ലാ ടാർഗറ്റ്സും അറിഞ്ഞിരിക്കുക. മോണിറ്ററി പോളിസി കമ്മിറ്റി ഒന്ന് ഓടിച്ച് പഠിച്ചു പോയാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ 2% കുറയാനും പാടില്ല, 4% കൂടാനും പാടില്ല കേട്ടോ. അതാണ് നമ്മുടെ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഇനി കേരളയിൽ എന്താ? മാൻ പവർ പ്ലാനിങ്ങിനും സ്കിൽ മിസ്മാച്ച്, എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, ഈ ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, അത് നമ്മുടെ ഒരു അൺഎംപ്ലോയ്മെന്റ് വലിയൊരു കോഴ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ മൈഗ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം കേരളയിലെ ഗൾഫ് മൈഗ്രേഷൻ ഒരിടയ്ക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള. ഇന്ത്യയേക്കാൾ കൂടുതൽ കേരളയിലായിരിക്കും ഈ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി കാഷ്വലൈസേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, അതായത് ഇൻഫോർമൽ ജോബ്സും ഫോർമൽ ജോബ്സുമായി പദമാക്കിയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റിനെ പറ്റിയിട്ടാണ് ഇവിടെ നോക്കുന്നത്. പിന്നെ വെൽഫെയർ സ്കീംസ് ആണ്, ലേബർ വെൽഫെയർ മെഷേഴ്സ്, അല്ലെങ്കിൽ കേരളയുടെ വെൽഫെയർ ബോർഡ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ PSC ആ ആസ്പദമാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു PSC എക്സാം ആണ്. അപ്പൊ കേരളനെ ഫോക്കസ് ചെയ്ത് തന്നെ വേണം കേട്ടോ പഠിക്കാൻ. ഇനി ഏതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി ഫോർമുലേഷൻ, ഇവാലുവേഷനെ പറ്റി പഠിക്കാം. ഡേറ്റാസ്, അതായത് നമ്മുടെ ബഡ്ജറ്റിനെ പറ്റിയിട്ടാണെങ്കിലും എക്കണോമിക് സർവേ ആണെങ്കിലും മോണിറ്ററി പോളിസി കമ്മിറ്റികളാണെങ്കിലും എല്ലാത്തിന്റെയും ഡേറ്റ. ഓക്കെ, ഫിനാൻസ് കമ്മീഷന്റെ ഒക്കെ നമ്മൾ എന്താ ഡേറ്റ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കേരളനെ സ്പെസിഫൈ ചെയ്ത് തന്നെ വേണം പഠിക്കാൻ. എക്കണോമിക് പ്ലാൻ ചേഞ്ച് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കേരള ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത്. നമ്മുടെ കറണ്ട് പോളിസി ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ വേണം കേട്ടോ. കറണ്ട് അഫയേഴ്സ് എക്കണോമിക്സിൽ ഇഷ്ടം പോലെ ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 2 യൂണിറ്റിൽ വരുന്നത്. നമുക്ക് കറന്റ് റിസർച്ച് ഓഫീസറിന്റെ ലോങ് ടേം ബാച്ച് റണ്ണിങ് ആണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ. നമ്മൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 8589083838
568 ആണ് നമുക്ക് നമ്പർ വരുന്നത്. നമുക്കറിയാം എക്കണോമിക്സ്, കൊമേഴ്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു എക്സാം എഴുതാൻ അല്ലേ. അപ്പൊ എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയില്ല, എക്കണോമിക്സ് ഒന്നൊരു ടച്ചും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ CCL ജോയിൻ ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് ഒട്ടും എക്കണോമിക്സ് അറിയാത്തവർക്ക് എന്താണ് പാടായിരിക്കും അല്ലേ പഠിച്ചത്. അപ്പൊ നിങ്ങൾ റിസർച്ച് ഓഫീസർ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും CCL ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്